കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മഹാഭാഗവതത്തിലെ വളരെ വളരെ ശ്രേഷ്ഠമായ ഒരു കഥാഭാഗമാണ് ധ്രുവചരിതം. ഭഗവാന്റെ കാരുണ്യത്തെപ്പറ്റി ഇത്ര മനോഹരമായി വിവരിച്ചിരിക്കുന്ന മറ്റൊരു ഭാഗം ഭാഗവതത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗുരുവായൂർ ഏകാദശിയാണ് വരാൻ പോകുന്നത്, ഡിസംബർ മാസം 1-ാം തീയതി. അതുകൊണ്ട് തന്നെ നമ്മൾ ഭഗവാന്റെ കഥകളൊക്കെ കേട്ട് ഇരുന്ന് ആ ദിവസത്തിലേക്ക് എത്തിച്ചേരുന്നത് വളരെ 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 ശ്രേഷ്ഠമാണ്. ഇന്ന് നമ്മൾ ഭാഗവതത്തിലെ ധ്രുവചരിതമാണ് പറയുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ക്ഷമയോടുകൂടി ഇരുന്ന് അവസാനം വരെ കേട്ട് പ്രാർത്ഥിക്കണം. മഹാഭാഗവതത്തിൽ 4-ാമത്തെ സ്കന്ധത്തിൽ 8 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിലായാണ് ധ്രുവചരിതം വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നത്. മൈത്രേയ മഹർഷി ഈ കഥ വിസ്തരിച്ചു തന്നെ വിതുരർക്ക് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അദ്ദേഹം പറയുകയാണ്, സ്വയംഭുവ മനുവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ആരാണ് സ്വയംഭുവ മനു? ബ്രഹ്മദേവൻ ലോകത്തിൽ പ്രജകളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ച ആദ്യത്തെ മനുവാണ് സ്വയംഭുവ മനു. അദ്ദേഹത്തിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരുടെ പേര് പ്രിയവൃതനും ഉത്താനപാദനും. മൂത്ത പുത്രനാണ് പ്രിയവൃതൻ. അദ്ദേഹത്തിന് ഈ ലൗകിക വിഷയങ്ങളിലൊന്നും തന്നെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇളയ മകനായ ഉത്താനപാദനാണ് മനു തൻ്റെ രാജ്യം നൽകിയത്. ഈ ഉത്താനപാദന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അവരുടെ പേര് സുനീതി എന്നും സുരുചി എന്നുമായിരുന്നു. പതിവ്രതയും സൽഗുണവതിയും കരുണാശീലയുമായിരുന്നു സുനീതി. പക്ഷേ ഗർവിഷ്ഠയും അസൂയക്കാരിയുമായിരുന്നു. അതുപോലെ തന്നെ അതീവ സൗന്ദര്യവതിയുമായിരുന്നു സുരുചി. അങ്ങനെ 2 ഭാര്യമാരായിരുന്നു ഉത്താനപാദന് ഉണ്ടായിരുന്നത്. ഈ ഉത്താനപാദൻ എന്ന രാജാവ് സുരുചിയുടെ ആ സൗന്ദര്യത്തിൽ മയങ്ങി ഒരു തരത്തിൽ പറഞ്ഞാൽ അവളുടെ അടിമയായി തീർന്നു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഈ രാജാവിന് ഈ 2 ഭാര്യമാരിലും ഓരോ കുട്ടികളുണ്ടായിരുന്നു. സുനീതി എന്ന ഭാര്യയിൽ ധ്രുവൻ എന്ന ഒരു പുത്രനും സുരുചി എന്ന ഭാര്യയിൽ ഉത്തമൻ എന്ന ഒരു പുത്രനും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ സുരുചിയോട് അതീവമായ താല്പര്യം ഉള്ളതിനാൽ എപ്പോഴും ഈ രാജാവ് ഉത്തമനെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ധ്രുവനോട് വലിയ ഒരു താല്പര്യം ഈ രാജാവ് കാണിച്ചതുമില്ല. അങ്ങനെ ഒരു ദിവസം ഈ രാജാവ്, ഈ ഉത്താനപാദൻ എന്ന രാജാവ് സുരുചിയുടെ കൂടെ ഇരുന്ന് അവരുടെ പുത്രനായ ഉത്തമനെ എടുത്ത് മടിയിലിരുത്തി ലാളിച്ചുകൊണ്ട് ആ പൂന്തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് കുഞ്ഞു ധ്രുവൻ ഓടി വരികയാണ്. ആ സമയത്ത് ആ കുഞ്ഞിന് 5 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ധ്രുവൻ അച്ഛൻ്റെ അടുക്കലേക്ക് ഓടി വന്നപ്പോൾ കാണുന്ന കാഴ്ച, അച്ഛൻ ഉത്തമനെ എടുത്ത് മടിയിലിരുത്തി ലാളിക്കുന്നതാണ് കണ്ടത്. തനിക്കും അങ്ങനെ ഇരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അച്ഛൻ്റെ അടുക്കലേക്ക്, രാജാവിൻ്റെ അടുക്കലേക്ക് ഓടി വന്ന ആ ധ്രുവനെ, ആ കുഞ്ഞിനെ സുരുചി വഴക്കു പറയുകയാണ്. കോപത്തോടുകൂടി ആ കുഞ്ഞിനെ തള്ളി മാറ്റി. എന്നിട്ട് പറയുകയാണ്, ധിക്കാരിയായ ചെറുക്ക, നീ എന്താണ് കാണിക്കുവാൻ തുടങ്ങുന്നത്? കണ്ട പിള്ളേർക്കൊക്കെ വന്നു കയറി കളിച്ചു തുള്ളാനുള്ള സ്ഥലമാണോ രാജാവിൻ്റെ മടിത്തട്ട്? അതുകൊണ്ട് ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് പോയിക്കൊള്ളുക, ഇല്ലെങ്കിൽ നിന്റെ പുറം ഞാൻ അടിച്ചു പൊളിക്കും. ഇനി അതു തന്നെയുമല്ല, ഇനി ഈ രാജാവിൻ്റെ മടിയിലിരുന്ന് നിനക്ക് അങ്ങനെ സന്തോഷിക്കണം എന്നുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ വയറ്റിൽ വന്നു പിറക്കാമായിരുന്നില്ലേ?
എൻ്റെ വയറ്റിൽ വന്ന് പിറന്നാൽ മാത്രമേ അതിനുള്ള ഭാഗ്യം നിനക്ക് ലഭിക്കുകയുള്ളൂ. നിനക്ക് എൻ്റെ വയറ്റിൽ പിറക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള പുണ്യം നീ ആർജിക്കണം. അതിനുവേണ്ടി നാരായണനെ തപസ്സു ചെയ്യണം. എങ്കിൽ മാത്രമേ അങ്ങനെയുള്ള പുണ്യം നിനക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ പുണ്യം ലഭിച്ചിരുന്നുവെങ്കിൽ നീ എൻ്റെ മകനായി പിറന്നേനെ. അങ്ങനെ പിറന്നിരുന്നെങ്കിൽ രാജാവിൻ്റെ മടിയിലിരുന്ന് കളിക്കുവാനും സാധിച്ചേനെ. ഇപ്പോൾ നിനക്കതിന് ഒന്നും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും കടന്നു പൊയ്ക്കൊള്ളണം എന്ന് പറഞ്ഞ് ആ സുരുചി എന്ന ആ അമ്മ ഈ കുഞ്ഞിനെ ആട്ടി ഓടിക്കുന്നു. സുരുചിയുടെ ഇപ്രകാരമുള്ള ക്രൂരമായ വാക്കുകൾ കേട്ട് കുഞ്ഞു ധ്രുവൻ കരയുന്നു. സുരുചിയുടെ അടിമയായി തീർന്ന രാജാവ് ഒന്നും മിണ്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് അതിൻ്റെ അമ്മയുടെ അടുക്കലേക്ക് ഓടി വരികയാണ്. അമ്മ മകനെ കെട്ടിപ്പിടിച്ചു. എന്തിനാണ് മോനെ നീ ഇങ്ങനെ കരയുന്നത്? അച്ഛൻ നിന്നെ വഴക്കു പറഞ്ഞോ? അതോ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉത്തമൻ നിന്നെ ഉപദ്രവിച്ചോ എന്ന് അമ്മയായ സുനീതി മകനോട് ചോദിക്കുന്നു. അപ്പോൾ ധ്രുവൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നെ ഉത്തമൻ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് പറയുന്നു, സുരുചി അമ്മ പറഞ്ഞു, ശ്രീനാരായണനെ തപസ്സു ചെയ്താൽ എനിക്ക് അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ സാധിക്കും. എനിക്ക് അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ നാരായണനെ തപസ്സു ചെയ്യുവാൻ പോവുകയാണ് എന്ന് ഈ കുഞ്ഞ് അമ്മയോട് പറയുന്നു. അപ്പോൾ അമ്മ പറയുകയാണ്, മകനെ കൺമണി, നിനക്ക് വെറും 5 വയസ്സ് മാത്രം പ്രായമേ ആയിട്ടുള്ളൂ. തപസ്സു ചെയ്യാനുള്ള പ്രായമൊന്നും നിനക്ക് ആയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നീ അതിന് മിനക്കെടേണ്ട എന്ന് ഈ അമ്മ മകനോട് പറയുന്നു. പക്ഷേ മകൻ സമ്മതിക്കുന്നില്ല. എനിക്ക് അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം, അതിനുവേണ്ടി ഞാൻ തപസ്സു ചെയ്യാൻ പോവുകയാണ് എന്ന് നിർബന്ധപൂർവം പറയുന്നു. അമ്മ എത്ര പറഞ്ഞിട്ടും മകൻ തപസ്സു ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ തന്നെ, ആ ഒരു വാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അവസാനം നിവർത്തിയില്ലാതെ, ശരി എങ്കിൽ നീ തപസ്സു ചെയ്യാനായി പൊയ്ക്കോളൂ മകനെ എന്ന് പറഞ്ഞ് അമ്മ അനുഗ്രഹിച്ച് മകനെ അയക്കുന്നു. അങ്ങനെ മകൻ അമ്മയുടെ അനുഗ്രഹം ഒക്കെ വാങ്ങിയിട്ട് തപസ്സു ചെയ്യുവാനായി കാട്ടിലേക്ക് പോകുന്നു. ധ്രുവൻ തപസ്സിന് പോകുന്നു എന്ന് സുരുചി അറിയുന്നു. അപ്പോൾ സുരുചി തൻ്റെ തോഴിമാരുമൊക്കെ ചേർന്നിരുന്ന് അങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട്, കൈകൊട്ടി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, കാട്ടിൽ പോയി വല്ല വന്യമൃഗത്തിനും അവൻ ഇരയായിത്തീരും. അങ്ങനെ അവൻ്റെ കഥ കഴിയും. അതോടുകൂടി നമുക്ക് അവനെ കൊണ്ടുള്ള ആ ഒരു ശല്യമൊക്കെ തീരും എന്നൊക്കെ പറഞ്ഞ് ഇവര് കൂട്ടുകാരികളുടെ തോഴിമാരുടെ കൂടെ ഇരുന്ന് പൊട്ടി ചിരിച്ചു. അങ്ങനെ ധ്രുവൻ തപസ് ചെയ്യുവാനായി പോവുകയാണ്. നേരെ വടക്കോട്ടാണ് യാത്ര തിരിക്കുന്നത്. അങ്ങനെ ഭഗവാൻ ആരാണ്, ഭഗവാന്റെ രൂപം എന്താണ്, ഭഗവാന്റെ മന്ത്രം എന്താണ്, എങ്ങനെ തപസ് ചെയ്യണം, ഇതൊന്നും ആ കുഞ്ഞിനറിയില്ല. പക്ഷേ കുഞ്ഞിങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് 2 കൈയും നെഞ്ചോട് ചേർത്ത് തൊഴുത് പിടിച്ചുകൊണ്ട് ആ കുഞ്ഞിങ്ങനെ കാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവൻ വിശപ്പും ദാഹവും എല്ലാം മറന്ന് നാരായണമൂർത്തിയെ ഒന്ന് കാണണം, തൻ്റെ ആഗ്രഹം പറയണം എന്നുള്ള ചിന്തയോടുകൂടി അങ്ങനെ നടന്ന് പോയി. അങ്ങനെ നടന്ന് രാത്രിയും പകലും തള്ളി നീക്കി അവൻ അഘോരമായ ആ കാട്ടിലേക്ക് അവൻ എത്തിച്ചേരുന്നു. എന്നിട്ടും അവനിങ്ങനെ യാത്ര തുടരുകയാണ്. ആ സമയത്ത് അവൻ്റെ പുറകിൽ ഒരു ശബ്ദം, ആരോ അവനെ വിളിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു വീണാനാദവും അവൻ കേൾക്കുന്നു. എന്താണ്? മകനെ ധ്രുവ എന്ന ഒരു വിളിയാണ് കേൾക്കുന്നത്. ആ കുഞ്ഞ് പിന്തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ ദിവ്യനായ ഒരു മഹർഷി ഒരു കയ്യിൽ ഒരു വീണയുമായി അങ്ങനെ നിൽക്കുന്നു. ആ മഹർഷിയാണ് മകനെ ധ്രുവ എന്ന് വിളിച്ചത്. ആ കുഞ്ഞ് ഓടിച്ചെന്ന് ആ മുനിയുടെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്, അങ്ങാണോ നാരായണൻ എന്ന് ചോദിക്കുന്നു. കുഞ്ഞു ധ്രുവൻ്റെ ഈ നിഷ്കളങ്കമായ ചോദ്യം കേട്ടപ്പോൾ നാരദ മഹർഷി അത്യധികമായ വാത്സല്യത്തോടു കൂടി ആ കുഞ്ഞിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, മകനെ
ഞാനല്ല നാരായണൻ. അദ്ദേഹത്തെ നീ എന്തിനാണ് അന്വേഷിക്കുന്നത്? നീ ഒരു കൊച്ചു കുഞ്ഞല്ലേ? നീ എന്തിനാണ് കാട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്? എവിടെയാണ് നീ പോകുന്നത് എന്നൊക്കെ ഈ നാരദ മഹർഷി ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ധ്രുവൻ ഇങ്ങനെ കരയുകയാണ്. കരഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും നാരദ മഹർഷിയോട് പറയുന്നു. അപ്പോൾ നാരദ മഹർഷി പറയുകയാണ്, മകനെ, ദുഷ്ടയാണ് സുരുചി. അച്ഛൻ്റെ മടിയിൽ നിന്നെ ഇരുത്തിയില്ലെങ്കിൽ, അവൾ അച്ഛൻ്റെ മടിയിൽ നിന്നെ ഇരുത്തിയില്ലെങ്കിൽ എൻ്റെ മടിയിൽ ഞാൻ നിന്നെ ഇരുത്താം. ഞാൻ നാരദനാണ്, മോൻ എന്നെപ്പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് നാരദ മഹർഷി ഈ കുഞ്ഞിനോട് ചോദിക്കുന്നു. അപ്പോൾ ധ്രുവൻ പറയുകയാണ്, നാരദ മുനിയോ, അവിടുത്തെക്കുറിച്ച് അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മടിയിൽ ഇരിക്കുവാൻ ഞാൻ യോഗ്യനല്ല. എനിക്ക് എൻ്റെ അച്ഛൻ്റെ മടിയിൽ ഇരുന്നാൽ മതി. എനിക്കത് മാത്രമേ ഉള്ളൂ ആഗ്രഹമെന്ന് ആ കുഞ്ഞു ബാലൻ നിഷ്കളങ്കതയോടുകൂടി പറയുന്നു. അത് കേട്ടതും നാരദ മഹർഷിക്ക് വളരെയധികം വാത്സല്യം ആ കുഞ്ഞിനോട് തോന്നുന്നു. നാരദ മഹർഷി ആ കുഞ്ഞിനോട് പറയുകയാണ്, മകനെ, നീ വിഷമിക്കണ്ട, നാരായണമൂർത്തി നിന്നെ മടിയിലിരുത്തി ലാളിക്കും എന്ന് നാരദൻ ആ കുഞ്ഞിനോട് പറയുന്നു. അപ്പോൾ ധ്രുവൻ ചോദിക്കുകയാണ്, അദ്ദേഹം എവിടെയാണ്? അദ്ദേഹത്തെ എനിക്ക് എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ നാരദ മഹർഷി, അദ്ദേഹം എല്ലായിടത്തുമുണ്ട്, എന്നിലുമുണ്ട്, നിന്നിലുമുണ്ട്, ഈ ലോകം മുഴുവനും അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം എങ്ങനെ തപസ് ചെയ്യണമെന്ന് ധ്രുവൻ ചോദിക്കുന്നു. അപ്പോൾ തൻ്റെ മാറോടടക്കി പിടിച്ചിട്ട്, ധ്രുവനെ തൻ്റെ മാറോടടക്കി പിടിച്ചിട്ട് നാരദ മഹർഷി ആ നാരായണ മൂലമന്ത്രം ധ്രുവന് ഉപദേശിച്ച് കൊടുക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ ഉപദേശിച്ച് കൊടുക്കുന്നു. അങ്ങനെ ധ്രുവൻ തപസ്സു ചെയ്യാനായി തുടങ്ങുകയാണ്. തപസ്സു ചെയ്യുവാനുള്ള ആ സ്ഥലം, ആ പുണ്യമായ സ്ഥലം അതുകൂടി നാരദ മഹർഷി കാണിച്ചു കൊടുക്കുന്നു. അവനെയും കൂട്ടിക്കൊണ്ട് അടുത്തുള്ള മധുവനത്തിൽ പോയി തപസ്സു ചെയ്യുവാൻ പറ്റിയ ഒരു സ്ഥലം നാരദ മഹർഷി ആ കുഞ്ഞിന് കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം എങ്ങനെ തപസ്സു ചെയ്യണം, തപസ്സിൻ്റെ അനുഷ്ഠാനങ്ങൾ, അതെല്ലാം തന്നെ വളരെ വിശദമായി കുഞ്ഞിന് പഠിപ്പിച്ച് കൊടുക്കുന്നു. അതിനുശേഷം ധ്രുവൻ നാരദ മഹർഷിയെ തൻ്റെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം തപസ് തുടങ്ങുന്നു. ധ്രുവൻ്റെ തപോനിഷ്ഠ അതികഠിനമായിരുന്നു. ആദ്യത്തെ 1 മാസം 3 ദിവസങ്ങൾ കൂടുമ്പോൾ ആ കുഞ്ഞ് കണ്ണുകൾ തുറന്നു ചുറ്റും നോക്കിക്കൊണ്ട് സ്നാനവും തർപ്പണവും പൂജകളും കഴിക്കുന്നു. അതിനുശേഷം എന്തെങ്കിലും കായ്കനികൾ ഭക്ഷിക്കും. 2ാമത്തെ മാസത്തിൽ 6 ദിവസങ്ങൾ കൂടുമ്പോഴാണ് കണ്ണുകൾ തുറക്കുന്നത്. പച്ചിലകൾ മാത്രം ഭക്ഷിക്കുവാൻ തുടങ്ങി. 3ാം മാസത്തിൽ 12 ദിവസങ്ങൾ കൂടുമ്പോൾ കണ്ണു തുറക്കുകയും തർപ്പണങ്ങൾ ചെയ്യുകയും അല്പം ജലം മാത്രം കുടിക്കുകയും ചെയ്തു വന്നു. 4ാം മാസത്തിൽ വായു മാത്രമായി ഭക്ഷണം. 5ാം മാസത്തിൽ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി സർവപ്രാണങ്ങളും സമസ്ത വായുക്കളും തന്നിൽ തന്നെ പ്രണവത്തിൽ ഒതുക്കി നാരായണ മൂലമന്ത്രം ധ്യാനിച്ചുകൊണ്ട് ആത്മയോഗത്തിൽ നിർലീനനായി അവൻ തപസ് തുടർന്നു. പ്രാണങ്ങളെ മുഴുവനും അവൻ അടക്കിയതുകൊണ്ട് പ്രപഞ്ചവാസികൾക്ക് എല്ലാവർക്കും ശ്വാസം കിട്ടാതെയായി, വായു ചലിക്കാതെയായി. അങ്ങനെ പ്രപഞ്ചം നിശ്ചലമായി. അതോടുകൂടി ദേവന്മാർക്കും മനുഷ്യർക്കും സർവമൃഗ ജീവികൾക്കും എല്ലാവർക്കും തന്നെ ശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായി. അതോടുകൂടി ബ്രഹ്മദേവനും പരമശിവനും എവിടേക്ക് എത്തിച്ചേരുന്നു? വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്ന് ഇതിനൊരു പരിഹാരം കാണണം എന്ന് മഹാവിഷ്ണുവിനോട് പറയുന്നു. അപ്പോൾ മധുസൂദനൻ അരുളി ചെയ്യുകയാണ്, ഉത്താനപാദൻ്റെ പുത്രനായ ധ്രുവൻ സർവപ്രാണങ്ങളെയും അടക്കി തപസ്സു ചെയ്യുന്നത് കൊണ്ടാണ് ഈ വായു സ്തംഭനം ഉണ്ടായത്. എത്രയും പെട്ടെന്ന് ഞാൻ അവന് ദർശനം നൽകുന്നതാണ്. ഞാനിതാ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഭഗവാൻ നാരായണമൂർത്തി ബ്രഹ്മദേവനോടും പരമശിവനോടും പറയുന്നു. അതിനുശേഷം നാരായണൻ ഗരുഡാരൂഢനായി ധ്രുവന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു. അപ്പോഴും ആ ബാലൻ അതികഠിനമായ തപസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്.
ഭഗവാൻ ആ കുഞ്ഞിൻ്റെ നെറുകയിൽ തലോടി. അതിനുശേഷം, കുമാര, കണ്ണു തുറക്കൂ, നീ അന്വേഷിച്ച നാരായണൻ ഇതാ നിന്റെ കൺമുമ്പിൽ വന്നു നിൽക്കുന്നു. കുഞ്ഞെ, നീ കണ്ണു തുറക്കൂ എന്ന് വാത്സല്യത്തോടു കൂടി നാരായണൻ ധ്രുവനെ വിളിക്കുന്നു. പെട്ടെന്നുണ്ടായ എന്തോ ഒരു പ്രചോദനത്തിൻ്റെ ഫലമായി ആ കുഞ്ഞ് കണ്ണുകൾ തുറക്കുന്നു. കണ്ണു തുറന്ന ധ്രുവൻ തൻ്റെ കൺമുമ്പിൽ നിൽക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ണു ചിമ്മാതെ നോക്കുകയാണ്. എങ്ങനെയാണ് ആ രൂപം? ശംഖുചക്രഗദാപത്മങ്ങൾ ധരിച്ച 4 തൃക്കൈകളോടും നവരത്ന നഖചിതമായ പൊൻകിരീടത്തോടും ശ്രീവത്സാങ്കിത വക്ഷസിൽ പരിലസിക്കുന്ന കൗസ്തുഭഹാരത്തോടും കനകാഭരണ വിഭൂഷണങ്ങളോടും മഞ്ഞപ്പട്ടുടയാടയോടും മേഘശ്യാമള വർണ്ണത്തോടും കൂടിയ സാക്ഷാൽ നാരായണമൂർത്തി മന്ദഹാസ മാധുര്യത്തോടും കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കടാക്ഷത്തോടും കൂടി അവൻ്റെ മുമ്പിൽ പള്ളി കൊണ്ട് അരുളുന്നു. ഭഗവാനെ കണ്ടതും ധ്രുവൻ ചാടി എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്തുകൊണ്ട് ഭഗവാന്റെ തിരുനാമങ്ങളെ ആ കുഞ്ഞ് വാഴ്ത്തി സ്തുതിച്ചു. ഇന്ദിരാരമണൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവനെ തന്നോട് ചേർത്തു നിർത്തി ഇങ്ങനെ അരുളി ചെയ്യുകയാണ്. കൺമണി, ധ്രുവ, നിന്റെ അച്ഛൻ്റെ മടിയിലിരിക്കുവാൻ നീ അർഹനല്ലെങ്കിൽ ലോകരക്ഷകനായ എൻ്റെ മടിത്തട്ടിൽ നിന്നെ ഇരുത്തി ഞാൻ താലോലിക്കാം. എന്തിനാണ് കുഞ്ഞെ നീ വിഷമിക്കുന്നത്? വത്സ, അച്ഛൻ നിന്നെ മടിയിലിരുത്തിയില്ല എന്ന് കരുതി നീ എന്തിനാണ് വിഷമിക്കുന്നത്? ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതമായ സ്ഥാനത്തിൽ സർവർക്കും പൂജ്യനെന്ന നിലയിൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. നിനക്കെന്തു വരമാണ് വേണ്ടത്? പറയൂ, സന്തോഷപൂർവം കുഞ്ഞെ ഞാനത് നിനക്ക് നൽകാം. സുരുചിയുടെ വയറ്റിൽ പിറക്കാതെ നിനക്ക് ഉത്താനപാദൻ്റെ പുത്രസ്ഥാനമോ രാജത്വമോ സിദ്ധിക്കുകയില്ല എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഞാൻ അറിയുന്നു. വത്സ, ധ്രുവകുമാര, 26,000 സംവത്സരം ലോക സാമ്രാട്ടായി ഏതൊരു സിംഹാസനത്തിൽ തൊടാൻ നിനക്ക് അർഹത ഇല്ലാതായോ ആ സിംഹാസനത്തിൽ ആരൂഢനായി വാണ് അരുളുവാൻ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇങ്ങനെ സാക്ഷാൽ നാരായണൻ ആ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. ധ്രുവൻ തൊഴുതുകൊണ്ട് ഉണർത്തിച്ചു. ഭഗവാനെ, എനിക്കിതൊന്നും വേണ്ട. എൻ്റെ അച്ഛൻ്റെ മടിയിലൊന്ന് കയറി ഇരുന്നാൽ മാത്രം മതി. മറ്റൊന്നും എനിക്ക് വേണ്ട. ഭഗവാന്റെ ഭക്തനായി ഭഗവാന്റെ തൃപ്പാദങ്ങളെ പൂജിച്ച് ആരാധിക്കുവാനുള്ള അനുഗ്രഹം അതുമാത്രം ഈ ഉള്ളവന് മതി. അല്ലാതെ മറ്റൊന്നും വേണ്ട. രാജത്വമോ ഐശ്വര്യമോ ഒന്നും എനിക്ക് ആവശ്യമില്ല എന്ന് ആ കുഞ്ഞ് നാരായണമൂർത്തിയോട് കൈ തൊഴുതുകൊണ്ട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ മഹാവിഷ്ണു പറയുകയാണ്, ശരി, നിന്റെ ആഗ്രഹം അനുസരിച്ചിട്ടുള്ള വരം നിനക്കു ഞാൻ നൽകിയിരിക്കുന്നു. 26,000 വർഷം ശ്രേഷ്ഠമായ വിധം രാജരാജേന്ദ്രനായി വാണതിനു ശേഷം എൻ്റെ ഏറ്റവും വലിയ ഒരു ഭക്തനായി ലോക അവസാനം വരെ സർവർക്കും കാണത്തക്ക വണ്ണം നീ ഒരു നശിക്കാത്ത നക്ഷത്രമായി ആകാശത്തിൻ്റെ ഉത്തരഭാഗത്ത് എന്നെന്നും വിളങ്ങി വിരാജിച്ചാലും നിന്റെ പേരിൽ ആ നക്ഷത്രം അറിയപ്പെടും. ധ്രുവ നക്ഷത്രമെന്ന് ആ നക്ഷത്രം അറിയപ്പെടും. കൽപ്പാന്ത കാലത്തിൽ സർവവും നശിക്കുമ്പോൾ നീ എൻ്റെ പാദത്തിൽ വന്ന് ലയിച്ചു കൊള്ളുക. ഇങ്ങനെ വരം ദാനം ചെയ്തതിനു ശേഷം ഭഗവാൻ ധ്രുവൻ്റെ അടുത്തു നിന്നും അപ്രത്യക്ഷനായി. അങ്ങനെ സാക്ഷാൽ നാരായണമൂർത്തിയെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് കുഞ്ഞു ധ്രുവൻ വീണ്ടും അവിടെ കുറച്ചു സമയം കൂടി നിന്നു. ആ സമയത്ത് ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്ത് ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചു. അങ്ങനെ തപസ് അവസാനിപ്പിച്ച ശേഷം ധ്രുവൻ ഒരു വലിയ വിഷ്ണു ഭക്തനായി തൻ്റെ രാജധാനിയിലേക്ക് എത്തിച്ചേർന്നു. ആദ്യമായി
ദുഃഖത്തിൽ മുഴുകി കഴിഞ്ഞിരുന്ന മാതാവിനെ ചെന്നുകണ്ട് ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. എല്ലാ വിവരങ്ങളും അമ്മയോട് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ അനുഗ്രഹങ്ങളെല്ലാം വാങ്ങി അമ്മയെ സന്തോഷിപ്പിച്ചതിനു ശേഷം അച്ഛൻ്റെ അടുക്കലേക്ക് എത്തിച്ചേർന്നു. മകനോട് കാണിച്ച ക്രൂരമായ കടും കൈയോർത്ത് സദാ ദുഃഖിച്ചിരുന്ന ഉത്താനപാദൻ കുഞ്ഞിനെ കണ്ട് അടക്കാനാവാത്ത സന്തോഷത്തോടും പശ്ചാത്താപത്തോടും കൂടി അവനെ വാരിയെടുത്ത് ആ രാജാവിൻ്റെ മടിയിലിരുത്തി പലതവണ ചുംബിച്ച് മകനെ അനുഗ്രഹിച്ചു. ധ്രുവന് അതോടുകൂടി വളരെയധികം തൃപ്തിയായി തീർന്നു. അവൻ്റെ ആഗ്രഹം അതോടുകൂടി അങ്ങനെ സാധിച്ചു. അനുജനെ അച്ഛൻ താലോലിക്കുന്നത് കണ്ട് ഉത്തമനായ ഉത്തമകുമാരൻ, അതായത് സുരുചിയുടെ പുത്രൻ ഉത്തമന് വളരെയധികം സന്തോഷമായി. അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അതിനുശേഷം അനുജനെ അവൻ വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിച്ചു. ആ സമയത്ത് സകലമാന ജനങ്ങളും മന്ത്രിമാരും എല്ലാവരും ധ്രുവനെ വന്നു കണ്ട് അവരുടെ സ്നേഹങ്ങളും ബഹുമാനങ്ങളുമൊക്കെ സമർപ്പിച്ചു. അങ്ങനെ ധ്രുവൻ ഇളയമ്മയായ സുരുചിയെ ചെന്നുകണ്ട് ഭക്തിപൂർവം വന്ദിച്ചു. താൻ ചെയ്ത അധർമ്മമായ തെറ്റിനെ കുറിച്ച് ഓർത്ത് അവൾക്ക് ആ സമയത്ത് പശ്ചാത്താപമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒന്നും തന്നെ മിണ്ടിയതും ഇല്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ധ്രുവനും ഉത്തമനും യൗവന പ്രായത്തിൽ എത്തിച്ചേർന്നു. ആ കാലത്ത് ഒരു ദിവസം ഉത്തമൻ വേട്ടയ്ക്കായി കാട്ടിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ കാട്ടിൽ വെച്ച് ഒരു യക്ഷൻ ഉത്തമനുമായി യുദ്ധം ചെയ്യുകയും ആ യക്ഷൻ ഉത്തമനെ വധിക്കുകയും ചെയ്തു. കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോയ മകൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് മകൻ വരാത്തത് എന്നുള്ള ആധിയോടുകൂടി അവൻ്റെ അമ്മയായ സുരുചി തനിയെ കാട്ടിലേക്ക് മകനെ അന്വേഷിക്കുവാനായി പുറപ്പെട്ടു. രാജധാനിയിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരെ ഒന്നും അയക്കാതെ സുരുചി തന്നെ മകനെ അന്വേഷിക്കുവാനായി പുറപ്പെട്ടു. അതിന് കാരണം പാപാർജിതമായ അവളുടെ ആ കർമ്മഫലം അവൾക്ക് അനുഭവിക്കുവാൻ വേണ്ടി ഉള്ളതായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആ സുരുചി ആ കാടിൻ്റെ നടുവിൽ മകനെ അന്വേഷിച്ച് ഇങ്ങനെ അലഞ്ഞ് നടക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ഒരു കാട്ടുതീയിൽപ്പെട്ട് ആ അമ്മയും വെന്ത് മരിക്കുന്നു. ഈ വിവരം ധ്രുവൻ അറിയുന്നു. ഉടൻ തന്നെ സന്നാഹത്തോടുകൂടി അവൻ ആ വനത്തിൽ എത്തിച്ചേരുകയും അധർമ്മികളായ ആ യക്ഷന്മാരെ സംഹരിക്കുകയും ചെയ്തു. യക്ഷവർഗം നശിക്കുന്നത് കണ്ട് യക്ഷരാജാവായ കുബേരൻ ധ്രുവനെ വന്നുകണ്ട് മാപ്പ് പറയുന്നു. അതോടുകൂടി ആ യുദ്ധം അവിടെ അവസാനിക്കുന്നു. അതിനുശേഷം കുറച്ചു കാലങ്ങൾക്കു ശേഷം ഉത്താനപാദൻ ധ്രുവനെ രാജാവായി പട്ടാഭിഷേകം ചെയ്തതിനു ശേഷം വാനപ്രസ്ഥം സ്വീകരിച്ച് കാട്ടിലേക്ക് പോയി തപസ്സു ചെയ്ത് സൽഗതി അടയുന്നു. ധ്രുവൻ രാജാവായി വാഴുന്ന കാലത്ത് ശൈശുമാരൻ എന്ന പ്രജാപതിയുടെ പുത്രിയും സുന്ദരിയുമായ ഭ്രമി അല്ലെങ്കിൽ ഭൂമി എന്ന നാരീരത്നത്തെ പാണിഗ്രഹണം ചെയ്യുന്നു. അവളിൽ അദ്ദേഹത്തിന് കൽപ്പനെന്നും വത്സരനെന്നും 2 പുത്രന്മാരും ഉണ്ടാകുന്നു. 26,000 വർഷം രാജാവായി ഈ ഭൂമിയിൽ വാഴണം എന്നുള്ള വരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നതിനാൽ പത്നിയും പുത്രന്മാരുമൊക്കെ തന്നെ അവരുടെ ആയുസിൻ്റെ അറുതിയിൽ കാലഗതി പ്രാപിച്ചിരുന്നു. ധ്രുവൻ പിന്നീടും അനവധി കാലം പത്നിയും പുത്രന്മാരുമില്ലാതെ ഭഗവാന്റെ ഭക്തിയിൽ മാത്രം ലയിച്ച് ജീവിച്ചു. ഏതാണ്ട് തൻ്റെ അന്തിമ കാലത്തിനോടടുത്ത് പിൽക്കാലത്ത് രാജ്യം ഭരിക്കുവാൻ ഒരു കുമാരൻ ഉണ്ടാകാൻ വേണ്ടി മാത്രം അദ്ദേഹം വായുപുത്രിയായ ഇഢാദേവിയെ വിവാഹം കഴിക്കുന്നു. അവളിൽ ഉൽക്കലൻ എന്ന ഒരു പുത്രൻ ഉണ്ടാകുന്നു. വാർദ്ധക്യകാലത്ത് ധ്രുവൻ ഉൽക്കലനെ രാജാവായി വാഴിച്ചതിനു ശേഷം ലോകജീവിതം വെറുത്ത് കാനനവാസം സ്വീകരിച്ചു. കേവലം ഒരു അന്ധനെ പോലെയും ബദിരനെ പോലെയും ഊമയെ പോലെയും സർവ ഇന്ദ്രിയങ്ങളും വെടിഞ്ഞ് ഒടുവിൽ ഒരു ഭ്രാന്തനായി അദ്ദേഹം ബദര്യാശ്രമത്തിൽ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് തൻ്റെ ആ ഭൗതിക ജഡം ഉപേക്ഷിക്കുവാൻ തുടങ്ങുന്ന ആ സമയത്ത് വൈകുണ്ഠത്തിൽ നിന്ന് ഒരു സുവർണ വിമാനം താഴെ വന്ന് അദ്ദേഹത്തെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ ലോകോത്തര വിഷ്ണു ഭക്തനെ ഒരു പൊലിയാത്ത
പുണ്യ നക്ഷത്രമായി ലോകത്തിൻ്റെ അവസാനം വരെ കാണത്തക്ക വണ്ണം ഉത്തര നഭസിൻ്റെ ഉത്തരോത്തര ഭാഗത്ത് പ്രത്യേകം പ്രകാശമാനമായ വിധം പ്രതിഷ്ഠിച്ചു. അതാണ് ധ്രുവ നക്ഷത്രം. അനന്തരം അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക ജഡം വിഷ്ണു പാർഷദന്മാരായ സുനന്ദനും നന്ദനും കൂടി വിമാനത്തിൽ എടുത്ത് സ്വർലോകമന്ദാകിനിയിൽ വിക്ഷേപിച്ച് അപ്രത്യക്ഷമാക്കി. ഹരേ കൃഷ്ണ. ഇതാണ് ധ്രുവ ചരിതം. ധ്രുവൻ്റെ അസായുജ്യ പദപ്രാപ്തിക്കു ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ ഉൽക്കലനാണ് രാജ്യം ഭരിച്ചത്. പിതാവിനെ പോലെ അദ്ദേഹവും വലിയ ദൈവഭക്തനായിരുന്നു. കുറച്ചു കാലം അദ്ദേഹം രാജ്യം ഭരിച്ചതിനു ശേഷം അദ്ദേഹവും സന്യാസം സ്വീകരിച്ച് അവസാനം മോക്ഷം പ്രാപിച്ചു. ആ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഏകപുത്രനായിരുന്ന വത്സനെ പ്രജകൾ എല്ലാവരും കൂടി ചേർന്ന് രാജാവായി അവരോധിച്ചു. വത്സനു ശേഷം അദ്ദേഹത്തിൻ്റെ പൗത്രനായ അങ്കനാണ് രാജാവായി തീർന്നത്. അങ്കന് ഭാഗ്യദോഷത്താൽ ഒരു പുത്രൻ ഉണ്ടായില്ല. അതോടുകൂടി അദ്ദേഹം പുത്രകാമേഷ്ടി യജ്ഞം നടത്തുകയും ഹോമകുണ്ഡത്തിൽ നിന്ന് ലഭിച്ച പായസം പ്രിയതമയായ സുനീതയ്ക്ക് കൊടുക്കുകയും അങ്ങനെ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. ആ പുത്രൻ ഒരു അധർമ്മിയായിരുന്നു. മകൻ്റെ അധർമ്മ പ്രവൃത്തികളും കഠിന കർമ്മങ്ങളും കണ്ട് സഹിക്കുവാനാവാത്ത മനോവേദനയോടുകൂടി അങ്കൻ രാജ്യം വെടിഞ്ഞ് കാടിനെ പ്രാപിച്ച് തപസ്സു ചെയ്ത് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. അതിനുശേഷം വേനൻ എന്ന ആ ദുഷ്ടനാണ് രാജ്യം ഭരിച്ചത്. അധർമ്മിയും പാപിയും ആയിരുന്നു അവൻ. അവൻ വലിയ പരാക്രമശാലിയും അമിത ബലവാനുമായിരുന്നു. അവനെക്കൊണ്ട് എല്ലാവരും അങ്ങ് പൊറുതിമുട്ടി. ഈ മഹത്തായ കുടുംബത്തിൽ ഇങ്ങനെയൊരു ദുഷ്ടൻ ജനിച്ചല്ലോ എന്നോർത്ത് എല്ലാവരും സങ്കടപ്പെട്ടു. ഹരേ കൃഷ്ണ. അങ്ങനെയാണല്ലോ, നല്ല കുലത്തിൽ ചിലപ്പോൾ ഇതുപോലുള്ള ദുഷ്ടന്മാരും വന്ന് പിറക്കും. എത്രയെത്ര ഉദാഹരണങ്ങൾ. ഇനി നമുക്ക് അടുത്ത ദിവസം ആ വേനൻ്റെ ആ മഹത്തായ കഥ ഭാഗവതത്തിൽ അതെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം, ആ കഥ നമുക്ക് അടുത്ത ദിവസം നോക്കാം. വളരെ വളരെ മഹത്തായ ഒരു കഥയാണ്. ഭഗവാന്റെ കാരുണ്യം വീണ്ടും വീണ്ടും അറിയുവാനുള്ള ഒരു അവസരമാണ്. എല്ലാവരും ആ കഥയ്ക്കായി കാത്തിരിക്കുക. എത്ര പേർക്ക് ആ കഥ അറിയാം എന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.